സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയ ക്രമീകരണം മെയ് 15 വരെ നീട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് സാനഡൂലാണ്. ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൻ്റെ ഔദ്യോഗിക വസതിയാണ്. തൊട്ടു പുറകിലാണ് വി ശിവൻകുട്ടിയുടെ വസതി റോസ് ഹൗസ്. ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ ഈ കാഴ്ചകളൊക്കെ അവർക്ക് കാണാം. ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾ വെയിലത്ത് പണിയെടുക്കുന്നത് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്ക് എതിരെ കർശന നടപടി സ്വീകരിക്കും. സമയം ഉച്ചയ്ക്ക് 1:15. ഈ നട്ടുച്ചയ്ക്ക് വെയിലത്ത് 3 തൊഴിലാളികൾ ഇപ്പോഴും പണിയെടുക്കുകയാണ്. അറിയിപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പരമാവധി തണലുള്ള ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ജോലി എടുക്കുന്നത്. തണലത്ത് മാത്രമാണോ ആളുകൾ ജോലി ചെയ്യുന്നത്? അങ്ങനെയല്ല എന്ന് ഈ കാഴ്ചകൾ കാണിച്ചു തരും. കുഴപ്പമാകുമോ എന്ന് ഭയന്ന് ചൂട് പ്രശ്നമില്ലെന്ന് പറഞ്ഞവരുമുണ്ട്. വലിയൊരു കുഴപ്പമില്ലാത്ത മാതിരി ഇപ്പോൾ ജ്യൂസ് കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇത് കണക്ക് ഇറങ്ങരുതെന്നും പറഞ്ഞില്ല, പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പെട്ടെന്ന് പണി തീർക്കുവാണ്. ഇത് പണിയെടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഇല്ല. ഈ 12 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം പറഞ്ഞതായിരുന്നു. അതെല്ലാം പറഞ്ഞോ? അങ്ങനെ അറിഞ്ഞിരുന്നോ? അല്ല പറഞ്ഞോ ആരെങ്കിലും? ഇല്ല. ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി. വിശ്രമിക്കാൻ ചെറിയ ഇടവേളകൾ മാത്രം. 8 മണി സ്റ്റാർട്ട് और कंजेट 5 मनी को 5 मनी 8 to 5 ब्रेक मिलेगा इस गर्मी में? ब्रेक मिलेगा? ब्रेक 10 मिनट 5 मिनट. കടന്നു വന്ന വഴികളിൽ മുഖങ്ങൾ മാത്രമാണ് മാറുന്നത്. ഇവരെല്ലാവരും ജോലിയെടുക്കുന്നത് 36 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ. വഴുതക്കാട് മുതൽ വഞ്ചൂര് വരെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. 12 മണി മുതൽ 3 മണി വരെ ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. പണി വേഗം പൂർത്തിയാക്കണമെന്ന കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പണി പൂർത്തിയാകുമ്പോഴും വെയിലത്ത് നിൽക്കുന്നത് മനുഷ്യരാണ്, തൊഴിലാളികളാണ്. ബിജു VS-നൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ, ഇത് നമ്മുടെ ഓഫീസിന് ചുറ്റുപാടും മഞ്ചൂരും അല്ലേ വഴുതക്കാടും ഒക്കെ ഉള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡെഡ് ലൈൻ ദിവസങ്ങൾ പറഞ്ഞിട്ട് കുറേയായി അതിങ്ങനെ നീണ്ടു പോകുന്നു. ഒരു റോഡ് കോൺട്രാക്റ്റ് എടുത്ത ആളല്ല, വേറെ റോഡ് കോൺട്രാക്റ്റ്. അപ്പോൾ അതിലെ ചില ക്ലാഷുകളൊക്കെ ഈ പണി വൈകാൻ കാരണമാണെന്ന് തോന്നുന്നു. എന്തായാലും കുറേ മനുഷ്യർ അല്ലേ, നമുക്ക് എത്രയും വേഗം റോഡ് ശരിയാക്കണം എന്നാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ തോന്നുക. പക്ഷേ കുറേ മനുഷ്യർ അതിനുവേണ്ടി ഇങ്ങനെ സർക്കാർ പറഞ്ഞ സമയത്ത് പോലും അവർക്ക് ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇത് അറിയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ? അവർക്കൊരു എന്തെങ്കിലും ഒരു ഇളവ് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? ഞാൻ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ് മീറ്റിന് ഞാൻ പോയിരുന്നു. വളരെ കർശനമായിട്ടാണ് മന്ത്രി അന്ന് പറഞ്ഞത്, ഈ സമയത്ത് പണിയെടുക്കാൻ കഴിയില്ല. അത് തൊഴിലാളികൾക്ക് മാത്രമല്ല, വിദ്യാർത്ഥികളും ഈ സമയത്ത് പഠിക്കാനൊന്നും പോകരുത്, 10 മണി വരെ മതി, ട്യൂഷൻ സെൻ്ററുകളായാലും ക്ലാസ്സുകളായാലും എന്നുള്ള രീതിയിൽ വളരെ കർശനമായി. ഈ ലേബർ വകുപ്പിന് പല വകുപ്പുകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് പ്രകാരം ഈ പറയുന്ന കരാർ എടുക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ തൊഴിലുടമയ്ക്കോ എതിരെ കേസ് എടുക്കുമെന്ന് ഭയങ്കര ശക്തമായാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ അതൊന്ന് പരിശോധിക്കാനായി ഇറങ്ങിയപ്പോൾ കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. പണി പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് കൊണ്ട് ആളുകൾ പണിയെടുക്കുകയാണ്. എല്ലാവർക്കും അറിയിപ്പ് കിട്ടി. അതിപ്പം നമുക്ക് ഈ പ്രതികരണം മനസ്സിലാവുമല്ലോ. ആദ്യം പറഞ്ഞ ന്യായം, തണലുണ്ട്, തണലത്ത് നിന്നാണ് ചെയ്യുന്നതെന്ന്. നമുക്കറിയാം എന്തുമാത്രം ചൂടാണെന്ന്. അത് ഏത് വശത്ത് നിന്നാലും വണ്ടികൾ പോകുമ്പോഴുള്ള പൊടിയുണ്ട്. ഞാൻ ആദ്യം കണ്ട 3 പേരുടെ വെള്ളം കുടിക്കുന്ന ഒരു കുപ്പിയിൽ നിന്നാണ്. അപ്പം അത്രമാത്രം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ ചൂടിനെ പറ്റി വല്ലാതെ വേവലാതിപ്പെടുമ്പോൾ ഇവിടെയുള്ളവർ ഈ ജോലി നഷ്ടപ്പെടുമോ എന്ന പേടിയിലാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് കുഴപ്പമില്ല, ഞാൻ ജ്യൂസ് കുടിച്ചിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഈ ചൂടൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. കേട്ടപ്പോൾ സങ്കടം തോന്നി. അതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വലിയ ചൂടാണ്. ഇപ്പം നമ്മൾ തന്നെ പോയി ഇത്തരം കാഴ്ചകൾ കാണുന്ന പോക്കറ്റുകളിൽ ഇറങ്ങി അവരുടെ പ്രതികരണം എടുക്കുന്നു, തിരിച്ചു കയറുന്നു എന്നുള്ളതല്ലാതെ ആ ചൂട് തരണം ചെയ്യാനുള്ള ശാരീരിക ശേഷിയൊന്നും എനിക്കുള്ളതായി തോന്നിയിട്ടില്ല. കാരണം അത്രമാത്രം വിയർക്കുന്നുണ്ട്, വലിയ ചൂടാണ്. അവിടെ നിന്നാണ് ഈ തൂമ്പയും എടുത്ത് ശാരീരിക അധ്വാനം നടത്തുന്നത്. എന്തായാലും വലിയ നടപടി വേണം. ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായി തോന്നുന്നുണ്ട്. ഈ പറയുന്ന പോലെ പണി പൂർത്തിയാകണം എന്നുള്ളതും വലിയ ആവശ്യമാണ്, വിഷയമാണ്.